റെഡ് കാർപ്പറ്റിൽ എനിക്കൊപ്പം മറ്റൊരു ഗസ്റ്റ് കൂടി ഇപ്പോൾ ചേരുന്നു. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ യൂസഫ് പി. ഹായ് സർ. ഹായ്. 24-ന്റെ ബിസിനസ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഒരുപാട് പല സെക്ടേഴ്സിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരിടത്ത് പങ്കെടുക്കുകയാണ്. അവരുടെ ബിസിനസ് ഐഡിയാസ് പങ്കുവെക്കുന്നു. മാത്രമല്ല നമ്മൾ 2047 ഒരു വികസിത ഇന്ത്യ എന്നൊരു ലക്ഷ്യം വെച്ച് മുന്നേറുകയാണ്. എല്ലാ സെക്ടേഴ്സും, അപ്പോൾ ബിസിനസ് മാത്രമല്ല എല്ലാ മേഖലകളിലുണ്ട്. അപ്പോൾ എന്താണ് ഇത്തരം കോൺക്ലേവിൽ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫസ്റ്റ് ഓഫ് ഓൾ 24-നോട് ഞാനൊരു താങ്ക്സ് പറയുകയാണ്. കാരണം ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം നമ്മൾ റിക്കവർ ചെയ്ത് വന്നിട്ട് ഏതൊരു രൂപത്തിലോട്ടാണോ നമ്മൾ മാറേണ്ടത് ആ ഒരു രൂപത്തിലോട്ട് ചിന്തിക്കുന്ന ഒരു പറ്റം ഒരു ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മയായിട്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയണം. കാരണം പല ചിന്താഗതികളും, കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ 2047 ആകുമ്പോഴേക്കും ഏതൊരു രൂപത്തിലോട്ട് മാറണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചെടുക്കുമ്പോൾ പല ചിന്തകളും, കാരണം ബിസിനസ്സുകാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആ ഒരു വലിയ ചിന്താഗതികൾ നമ്മുടെ എസ്പെഷ്യലി ഇന്ത്യയെ 2047 ആകുമ്പോഴത്തേനും ഒരു വികസിത രാഷ്ട്രമാക്കുന്നതിലുള്ള വലിയൊരു പങ്ക് ബിസിനസ്സുകാർക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നൊരു സംഗതിയാണ്. അതിലൂടെ ഒരു കൂട്ടായ്മയിലൂടെ ഉണ്ടാകുമ്പോൾ ഇതൊരു വലിയൊരു ചിന്താഗതിയിലോട്ട് മാറുകയും ആ ഒരു മേക്ക് ഇൻ ഇന്ത്യ ഒരു പ്രോപ്പർട്ടിയിലോട്ട് നല്ലൊരു രൂപത്തിലുള്ള ഒരു എടുത്തുചാട്ടം വളരെ ഞാൻ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ 2047 ആകുന്നതിന് മുന്നേ തന്നെ ആ ഒരു നമ്മുടെ ആ ഒരു അച്ചീവ്മെൻറ്റിലോട്ട് നമുക്ക് ആ ഒരു സ്വപ്നത്തിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് ഒരു വളരെ സന്തോഷകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കൂട്ടായ്മകൾ ഒരുപാട് ചിന്താഗതിയിലോട്ട് എത്താൻ സാധിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകാരെ നമുക്ക് ഇവിടെ നിന്ന് പരിചയപ്പെടാൻ സാധിക്കുകയും കറക്റ്റ് സമയത്ത് നിങ്ങൾ എടുത്ത ഈ ഒരു തീരുമാനം 24 ചാനൽ സ്വാഭാവികമായിട്ടും അതത് സമയങ്ങളിൽ നിങ്ങളെടുക്കുന്ന ഈ ഒരു തീരുമാനങ്ങൾ വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് സാമ്പത്തികത്തിലോട്ടും ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പോഴും വലിയൊരു കുതിച്ചുചാട്ടം തന്നെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സഹായം 24 ചാനൽ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതിൽ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. 2025 തുടക്കമാണ്, ജനുവരി മാസമാണ്. അപ്പം ഒരു പുതിയ വർഷമാണ്. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എന്താണ് ഒരു വർഷത്തേക്കുള്ളൊരു ബിസിനസ് സ്ട്രാറ്റജി എന്താണ്? എത്രമാത്രം മുന്നോട്ട് ഗ്രോ ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ് കരുതുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം 2025 ഒരുപാട് വലിയ ബിഗ് പ്ലാനുകളാണ് നമ്മൾ വിദേശ രാഷ്ട്രങ്ങളിൽ പുതിയ സ്ഥാപനങ്ങൾ തുറക്കാനും അതുപോലെ തന്നെ കേരളത്തിനപ്പുറത്തുള്ള സ്റ്റേറ്റിലോട്ട് ഇതിൻ്റെ ബിസിനസ്സിൻ്റെ വ്യാപ്തി കൂട്ടുവാനും അതേപോലെ തന്നെ മാനുഫാക്ചറിംഗ് രംഗത്തോട്ട് നല്ല രൂപത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുമാണ് ഈ ഒരു 2025 നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം ഈ ഒരു ഗോൾഡിൻ്റെ റേറ്റ് ഇത്രയും ഹൈക്കായ സമയത്ത് ജനങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനോട് കൂടെ തന്നെ ഇത് ഒരു നല്ലൊരു ലൈറ്റ് വെയ്റ്റ് കളക്ഷനായിട്ട്, അതായത് ഉപയോഗപ്രദമായ രൂപത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു രൂപത്തിലോട്ടാണ് എല്ലാവരും ചിന്തിച്ചത്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു രൂപത്തിലുള്ള ലൈറ്റ് വെയ്റ്റ്, വെരി ലൈറ്റായിട്ടുള്ള യുണീക്കായിട്ടുള്ള കളക്ഷൻസുകൾ ഉണ്ടാക്കാൻ മാനുഫാക്ചറിംഗ് രംഗത്ത് പുതിയ കുതിച്ചുചാട്ടം സൃഷ്ടിക്കുവാനും അതേപോലെ തന്നെ പുതിയ സ്ഥാപനങ്ങൾ 2025 തുറക്കാനുമുള്ള ഒരു പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവാണ് കാണുന്നത് അല്ലേ? വളരെ പോസിറ്റീവ്. താങ്ക് യു സോ മച്ച്. സോ ദാറ്റ് വാസ് യൂസഫ് പി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്.